ചക്രക്കസേരയിൽ ഒതുങ്ങുമായിരുന്ന ജീവിതത്തെ ലോകത്തിന് തന്നെ വിസ്മയമാക്കിയ വിഖ്യാത ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. വീൽചെയറിൽ ഇരുന്നു കൊണ്ട് പ്രപഞ്ച രഹസ്യങ്ങളുടെ ചുരുൾ നിവർത്തിയ അസാധാരണ പാണ്ഡിത്യത്തിനും ആത്മധൈര്യത്തിനും ഉടമ. ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടെങ്കിലും അതിവേഗം സഞ്ചരിക്കുന്ന മനസ്സുമായി തളരാതെ പോരാടി സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രത്തിന് നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിത്വം. 1942 ജനുവരി 8 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫഡിലാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ജനിച്ചത്. പിതാവ് ഫ്രാങ്ക് ഹോക്കിംഗ്, മാതാവ് ഇസബൽ. പഠനകാലത്ത് ഊർജ്ജതന്ത്രത്തിലും ഗണിതത്തിലുമായിരുന്നു ഹോക്കിങ്ങിന് താല്പര്യം. ബിരുദ പഠനം നടത്തിയത് ഓക്സ്ഫഡിലായിരുന്നു. തുടർന്ന് ഗവേഷണത്തിനായി കേംബ്രിഡ്ജിലേക്ക് പോയി. 20കളുടെ തുടക്കത്തിൽ അവിചാരിതമായാണ് അദ്ദേഹത്തിന് രോഗം ബാധിച്ചത്. അമ്യോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്ന വിഭാഗത്തിൽപ്പെട്ട മോട്ടോ ന്യൂറോൺ രോഗമാണ് ഹോക്കിങ്ങിനെ ബാധിച്ചത്. ശരീരത്തിന്റെ ചലനശേഷി പതിയെ നഷ്ടമായി തുടങ്ങി. മരിക്കുമെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയെങ്കിലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഹോക്കിംഗ് ജീവിച്ചു. ALS ബാധിച്ചവരിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചതും ഹോക്കിംഗ് ആണ്. രോഗത്തിന്റെ പരിമിതികൾ മറികടന്ന് ഹോക്കിംഗ് വീണ്ടും പഠനം ആരംഭിച്ചു. ഡെനിസ് ഷിയാമ എന്ന കോസ്മോളജിസ്റ്റിന് കീഴിലായിരുന്നു അദ്ദേഹം ഗവേഷണം നടത്തിയത്. 1966 അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചു. വികസിക്കുന്ന പ്രപഞ്ചത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രബന്ധം. 2017 ഒക്ടോബറിൽ ഈ പ്രബന്ധം പൊതുജനത്തിനായി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ 20 ലക്ഷത്തിലധികം ആളുകളാണ് പ്രബന്ധം തിരഞ്ഞെത്തിയത്. കേംബ്രിഡ്ജിന്റെ ചരിത്രത്തിലെ റെക്കോർഡായിരുന്നു ഇത്. ഗവേഷണ കാലത്താണ് ലണ്ടനിലെ ബിർബക്ക് കോളേജിൽ ഗണിതശാസ്ത്രജ്ഞനായിരുന്ന റോജർ പെൻറോസുമായി ഹോക്കിംഗ് സൗഹൃദത്തിലാവുന്നത്. പെൻറോസിന്റെ നിഗമനങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് ഹോക്കിംഗ് രചിച്ച സിംഗുലാരിറ്റീസ് ആൻഡ് ദ ജോമെട്രി ഓഫ് സ്പേസ് ടൈം എന്ന പ്രബന്ധത്തിന് 66 വിഖ്യാതമായ ആദംസ് പുരസ്കാരം ലഭിച്ചു. നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ രൂപം കൊള്ളുന്ന തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിലൂടെ ഹോക്കിംഗ് ശ്രദ്ധ നേടി. മഹാവിസ്ഫോടന സിദ്ധാന്തവുമായി അദ്ദേഹം തമോഗർത്തങ്ങളെ ചേർത്തു വായിച്ചു. സൂര്യനേക്കാൾ 15 മടങ്ങോ അതിൽ കൂടുതലോ ദ്രവ്യമാനമുള്ള നക്ഷത്രങ്ങൾ അവയിലെ ഇന്ധനം തീരുമ്പോൾ തമോഗർത്തങ്ങളായി മാറും. അതിശക്തമായ ഗുരുത്വബലത്താൽ ചുറ്റുമുള്ള സ്പേസിനെ വലിച്ചെടുപ്പിച്ച് അനന്തമായി ചുരുങ്ങുന്ന തമോഗർത്തങ്ങളാണ് സിംഗുലാരിറ്റി. ഈ പ്രക്രിയ തിരിച്ചു സംഭവിക്കുന്നതിനെ കുറിച്ചാണ് ഹോക്കിംഗ് ആലോചിച്ചത്. പ്രപഞ്ചത്തിന്റെ ജനനത്തിന് കാരണമായ മഹാവിസ്ഫോടനം ഒരർത്ഥത്തിൽ സിംഗുലാരിറ്റിയിൽ നിന്ന് സ്ഥലകാലങ്ങളുണ്ടായി വികാസം പ്രാപിച്ചതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ ആശയം വികസിപ്പിക്കുന്നതിന് ഹോക്കിങ്ങിനെ സഹായിച്ചത് പെൻറോസ് ആണ്. തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിലൂടെ ഹോക്കിങ്ങിന്റെ പ്രശസ്തി ലോകമെങ്ങും പരന്നു. 1974 റോയൽ സൊസൈറ്റിയിൽ അദ്ദേഹം അംഗമായി. 1979 കേംബ്രിഡ്ജ് സർവകലാശാലയിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് വിഭാഗത്തിൽ എഡ്യൂക്കേഷൻ പ്രൊഫസറായി. ഐസക് ന്യൂട്ടൺ വഹിച്ചിരുന്ന പദവിയാണിത്. ഗലീലിയോയുടെ വലിയ ആരാധകനായിരുന്നു ഹോക്കിംഗ്. 2004 ജൂലൈയിൽ ഡബ്ലിനിൽ ചേർന്ന രാജ്യാന്തര ഗുരുത്വാകർഷണ പ്രപഞ്ചശാസ്ത്ര സമ്മേളനത്തിൽ സ്റ്റീഫൻ ഹോക്കിംഗ് അവതരിപ്പിച്ച പുതിയ സിദ്ധാന്തം ശാസ്ത്രലോകത്തെ പിടിച്ചുകുലുക്കി. തമോഗർത്തങ്ങളെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന പല ധാരണകളെയും തിരുത്തിയതായിരുന്നു അത്. ഈ അടുത്ത കാലത്ത് ബ്ലാക്ക് ഹോളുകളില്ലെന്നും പകരം ഗ്രേ ഹോളുകളാണുള്ളതെന്നുമുള്ള നിഗമനം അവതരിപ്പിച്ചുകൊണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് വീണ്ടും ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ചു. 1973 ആദ്യ അക്കാദമിക് ബുക്ക് ദ ലാർജ് സ്കെയിൽ സ്ട്രക്ചർ ഓഫ് സ്പേസ് അദ്ദേഹം പുറത്തിറക്കിയത്. 74 തമോഗർത്തങ്ങൾ ശൂന്യമല്ലെന്ന നിഗമനത്തിലൂടെ ശാസ്ത്രലോകത്തെ ഹോക്കിംഗ് ഞെട്ടിച്ചു. തമോഗർത്തങ്ങൾക്ക് ചുരുങ്ങുവാനാകില്ല, വികസിക്കുവാൻ മാത്രമേ കഴിയൂ എന്ന് സമർത്ഥിക്കാനും ഹോക്കിങ്ങിന് സാധിച്ചു. ക്വാണ്ടം തിയറിയുടെയും ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെയും വെളിച്ചത്തിൽ തമോഗർത്തങ്ങളിൽ നിന്ന് ചൂട് പ്രസരിക്കുന്നുണ്ടെന്ന് ഹോക്കിംഗ് പ്രവചിച്ചു. ഇത് പിന്നീട് ഹോക്കിംഗ് റേഡിയേഷൻ എന്നറിയപ്പെടാൻ തുടങ്ങി. ആപേക്ഷികതാ സിദ്ധാന്തത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ തമോഗർത്തങ്ങളിൽ ക്വാണ്ടം മെക്കാനിക്സ് പ്രയോഗിക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ച് അതുവരെ ആരും ചിന്തിച്ചിരുന്നില്ല. റേഡിയേഷൻ തുടർച്ചയായി പുറത്തുവരിക വഴി തമോഗർത്തം സാവധാനം ബാഷ്പീകരിക്കപ്പെട്ട് കോടാനുകോടി വർഷം കൊണ്ട് ഇല്ലാതാകുമെന്നും ഹോക്കിംഗ് പറഞ്ഞു. 1978 ആൽബർട്ട് ഐൻസ്റ്റീൻ പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായി. 1985 ന്യൂമോണിയ ബാധിച്ച ഹോക്കിങ്ങിന് ജീവൻ നിലനിർത്താൻ നിർണായകമായൊരു ശസ്ത്രക്രിയ വേണ്ടിവന്നു. തൊണ്ട കീറിയുള്ള ട്രക്യോട്ടമി ചെയ്തതിലൂടെ അദ്ദേഹത്തിന് ശബ്ദം നഷ്ടമായി. അതോടെ ആശയവിനിമയത്തിന് പൂർണ്ണമായും യന്ത്രസഹായം വേണ്ടിവന്നു. കേംബ്രിഡ്ജിലെ ശാസ്ത്രജ്ഞർ ആധുനിക സാങ്കേതിക വിദ്യകളോടെ നിർമ്മിച്ച യന്ത്രകസേരയും സാങ്കേതിക സംവിധാനങ്ങളും ഹോക്കിങ്ങിന്റെ പിന്നീടുള്ള ജീവിതത്തിന്റെ ഭാഗമായി. കണ്ണടയിൽ ഘടിപ്പിച്ചിരുന്ന സെൻസറാണ് ലോകത്തോട് സംവദിക്കാൻ ഹോക്കിങ്ങിനെ സഹായിച്ചത്. സെൻസർ ഉപയോഗിച്ച് കവിളിലെ പേശികളുടെ ചലനങ്ങൾ മനസ്സിലാക്കി അത് അക്ഷരങ്ങളാക്കി മാറ്റുന്ന സംവിധാനം പ്രെഡിക്റ്റീവ് ടെക്സ്റ്റ് സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. എഴുത്തിനെ പിന്നീട് ശബ്ദമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനവും ഉണ്ടായിരുന്നു. ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും ചലനരഹിതമായിട്ടും തന്റെ മേഖലയിൽ കർമ്മനിരതനായ ഹോക്കിംഗ് സമകാലിക ശാസ്ത്രകാരന്മാർക്ക് വഴികാട്ടിയാവുക മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ശാരീരിക വിഷമതകൾ അനുഭവിക്കുന്ന ആയിരങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്തു. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം 1988 സ്റ്റീഫൻ ഹോക്കിംഗ് എഴുതിയ ഈ പുസ്തകം എക്കാലത്തെയും ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നാണ്. ഈ പുസ്തകത്തിലൂടെ സ്റ്റീഫൻ ഹോക്കിംഗ് ലോകമെമ്പാടും ആരാധകരുള്ള സെലിബ്രിറ്റിയായി മാറി.
1 കോടിയിലധികം കോപ്പികൾ 40ഓളം ഭാഷകളിലേക്ക് തർജ്ജമ. സൺഡേ ടൈംസിന്റെ ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ 237 ആഴ്ച തുടർന്ന പുസ്തകം ഗിന്നസ് ബുക്കിലും പേര് ചേർത്തു. ബ്രീഫ് ഹിസ്റ്ററിയുടെ വിജയം ശാസ്ത്ര വായനയിലേക്ക് ഒരുപാട് പേരെ ആകർഷിക്കുകയും ചെയ്തു. യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ, ബ്ലാക്ക് ഹോൾ ആൻഡ് ബേബി യൂണിവേഴ്സസ്, ഗോഡ് ക്രിയേറ്റഡ് ദ ഇൻഡിജേഴ്സ്, ദ ഗ്രാൻഡ് ഡിസൈൻ എന്നിവയാണ് ഹോക്കിങ്ങിന്റെ മറ്റ് ജനപ്രിയ പുസ്തകങ്ങൾ. കുട്ടികൾക്ക് വേണ്ടിയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മകൾ ലൂസി ഹോക്കിങ്ങുമായി ചേർന്നെഴുതിയ ജോർജ് ആൻഡ് ദ അൺബ്രേക്കബിൾ കോഡ്, ജോർജ് ആൻഡ് ദ ബിഗ് ബാങ്, ജോർജ് ആൻഡ് ദ ബ്ലൂ മൂൺ എന്നിവയാണ് ഇതിന് ഉദാഹരണങ്ങൾ. ഒരിക്കലും സുഖം പ്രാപിക്കാൻ സാധ്യതയില്ലാത്ത തരത്തിൽ ഒരു രോഗം തന്നെ ബാധിച്ചിരിക്കുന്നതിന് തിരിച്ചറിയുന്നതിനും ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഹോക്കിംഗ് ജെയിൻ വൈൽഡിനെ കണ്ടുമുട്ടുന്നത്. 1963 ന്യൂ ഇയർ പാർട്ടിക്കിടെ ഇരുവരും സൗഹൃദത്തിലായി. പിന്നീട് പ്രണയത്തിലും. മരണം കാത്തിരിക്കുന്നവനെന്ന് എല്ലാവരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ജെയിൻ ഹോക്കിങ്ങിനെ പിരിഞ്ഞില്ല. 1965 ഇവർ വിവാഹിതരായി. ഇരുവർക്കും 3 മക്കൾ ജനിച്ചു. ഒരു ഘട്ടത്തിൽ വേർപിരിയൽ അനിവാര്യമായി. 1991 വിവാഹബന്ധം തകർന്നു. പിന്നീട് ഹോക്കിംഗ് തന്റെ നഴ്സും സ്പീച്ച് തെറാപ്പിസ്റ്റുമായ എലൈൻ മേസനെ വിവാഹം ചെയ്തു. ജെയിനും മറ്റൊരു വിവാഹത്തിന് തയ്യാറായി. 11 വർഷങ്ങൾക്കു ശേഷം ഹോക്കിങ്ങിന്റെ 2ാം ദാമ്പത്യവും തകർന്നു. വീണ്ടും ഏകാന്തനായ ഹോക്കിങ്ങിന്റെ പരിചരണം ജെയിനും ഭർത്താവ് ജൊനാഥനും ഏറ്റെടുത്തു. പ്രശസ്തമായിരുന്നു ജെയിൻ ഹോക്കിംഗ് പ്രണയവും. ഹോക്കിങ്ങുമൊത്തുള്ള ജീവിതത്തെക്കുറിച്ച് ജെയിൻ എഴുതിയ ട്രാവലിംഗ് ടു ഇൻഫിനിറ്റി, മൈ ലൈഫ് വിത്ത് സ്റ്റീഫൻ എന്ന പുസ്തകം 2014 തിയറി ഓഫ് എവറിത്തിങ് എന്ന പേരിൽ സിനിമയായി. ജെയിംസ് മാർഷ് സംവിധാനം ചെയ്ത സിനിമയിൽ എഡ്ഡി റെഡ്മെയ്ൻ സ്റ്റീഫൻ ഹോക്കിങ്ങിനെയും ഫെലിസിറ്റി ജോൺസ് ജെയിൻ ഹോക്കിങ്ങിനെയും അവതരിപ്പിച്ചു. ചിത്രത്തിലെ അഭിനയത്തിന് എഡ്ഡി റെഡ്മെയ്ന് 2015 ഓസ്കർ ലഭിച്ചു. 2018 മാർച്ചിൽ 76-ാം വയസ്സിൽ കേംബ്രിഡ്ജിലെ വസതിയിലായിരുന്നു ഹോക്കിങ്ങിന്റെ അന്ത്യം.